തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പ് അതിപ്രസരം ഒഴിവാക്കിയേ തീരുവെന്ന് കെപിസിസി വിശാല എക്സിക്യൂട്ടീവ് യോഗത്തിൽ വി.എം. സുധീരൻ. ജയസാധ്യത മാത്രമാകണം മാനദണ്ഡമെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നവംബർ 17 മുമ്പ് നടത്താനാണ് ആലോചിക്കുന്നതെന്നും മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചു. ബിജെപിയുടെ വളർച്ചയെ പ്രതിരോധിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കെപിസിസി വിശാല എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ ആമുഖ പ്രഭാഷണം നടത്തിക്കൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പ് അതിപ്രസരം അംഗീകരിക്കാനാകില്ലെന്ന നിലപാട് വി.എം. സുധീരൻ പ്രഖ്യാപിച്ചത്. ഇതൊഴിവാക്കിയേ തീരൂ. ജയസാധ്യതയാകണം മാനദണ്ഡം. അധികാരം പ്രധാനമാണ്. നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ വിലയറിയൂ. പ്രതിച്ഛായ ഭംഗമുണ്ടായാൽ പരിഹരിക്കാൻ എളുപ്പമല്ലെന്നും വി.എം. സുധീരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിനുള്ള മാർഗരേഖയ്ക്ക് ഇന്നത്തെ യോഗം അന്തിമ രൂപം നൽകുമെന്നും സുധീരൻ നേതാക്കളെ അറിയിച്ചു. നവംബർ 17-നകം തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് യോഗത്തിൽ സംസാരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേതാക്കളെ അറിയിച്ചു. പഞ്ചായത്തുകളുടെ വിഭജനം സംബന്ധിച്ച കേസിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയാൽ ജയിക്കുമായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് വൈകുമെന്നതിനാലാണ് സർക്കാർ അപ്പീൽ പോകാതിരുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ബിജെപിയുടെ വളർച്ച ഫലപ്രദമായി പ്രതിരോധിക്കണമെന്ന് യോഗത്തിൽ സംസാരിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സിപിഐഎമ്മും ബിജെപിയും സംസ്ഥാനത്ത് ബോധപൂർവം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. മൂന്നാറിൽ തീവ്രവാദ സ്വഭാവമുള്ള തമിഴ് തൊഴിലാളികളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും ആഭ്യന്തരമന്ത്രി യോഗത്തെ അറിയിച്ചു. ജി ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.